എന്നെ തേടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഞാനെവിടെ പോവാനാ? അന്ന് എനിക്കെന്തോ ബാധ കയറിയതുപോലെ ആയിരുന്നു. എന്റെ മോനെ അപകടത്തിൽപ്പെടുത്തുമെന്ന് ശ്യാം പറഞ്ഞപ്പോ എന്റെ സമനില നഷ്ടമായി. അങ്ങനെ ഞാൻ അയിനോ, ഏതൊരു സ്ത്രീയും അങ്ങനെ തന്നെയായിരിക്കും. നീ വിഷമിക്കണ്ട. നിന്റെ മോനെ ഞാൻ പൊന്നുപോലെ നോക്കുന്നുണ്ട്. അവനിപ്പോ എവിടെയുണ്ട്? അവൻ സുഖമായി ബാംഗ്ലൂരിൽ കഴിയുന്നു. അവനെ രാജകുമാരനെ പോലെ എന്റെ ആൾക്കാർ നോക്കുന്നു. മതി, എനിക്കതറിഞ്ഞാ മതി. എന്റെ മകൻ സുഖമായി കഴിയണം, അത്രേ വേണ്ടു. അതോടൊപ്പം എനിക്ക് ശ്യാം ഒരു ജീവിതം തരണം. തരും. ഞാൻ പറയുന്നത് പോലെ എല്ലാം അനുസരിച്ച് എന്നോടൊപ്പം നിന്ന ഈ ശ്യാം എല്ലാം തരും. ഇനി എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടാവില്ല. പറഞ്ഞോളൂ, ഞാൻ ഇനി എന്താ ശ്യാമിന് വേണ്ടി ചെയ്യേണ്ടത്? പറയാം. ആദ്യം എനിക്ക് വേണ്ടത് അമ്മൂനെ ആദരയാണ്. അവരെ ഏത് വിധേനയും എന്റെ അടുത്ത് എത്തിക്കണം. എന്റെ ജീവൻ പോയാലും ഞാനത് ചെയ്യാം. വെരി ഗുഡ്. കുട്ടികൾ കൈവരുന്നതിനോടൊപ്പം ആ ഗൾഫ് മേനന്റെ പുതുപ്പണക്കാരിയായ ഭാര്യ വർഷവുമായി ഒരു ഡീലുണ്ട് എനിക്ക്. അത് പൂർത്തിയാക്കണം. എന്താണത്? അവളുടെ കയ്യിൽ നിന്നും ഞാൻ കുറെ ലക്ഷങ്ങൾ അഡ്വാൻസ് വാങ്ങിക്കഴിഞ്ഞു. ചിന്നുവിന് അവകാശപ്പെട്ട നീരേറ്റ് തറവാടും വീടും തോട്ടവും അവൾക്ക് നൽകാമെന്നാണ് വാഗ്ദാനം. ഭർത്താവ് അറിയാതെ അവളുടെ പേരിൽ ഭർത്താവിന്റെ പണം ഉപയോഗിച്ച് സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടാനാണ് പദ്ധതി. നമുക്ക് പറ്റിയ ഇരയാണ് അവൾ. പ്രമാണങ്ങൾ കാട്ടി അവളുടെ പക്കൽ നിന്നും കോടികൾ നേടണം. അതിനെനിക്ക് നിന്റെ സഹായം വേണം. ഞാൻ എന്ത് ചെയ്യണമെന്ന്? നീ വർഷയെ കാണണം, സുഹൃത്ത് ബന്ധം സ്ഥാപിക്കണം, തന്ത്രത്തിൽ അവളിൽ വിശ്വാസം ജനിപ്പിക്കണം. നീ കരുതും പോലെയല്ല, അവൾ ബുദ്ധിമതിയാണ്. നീരേറ്റ് വിഷ്ണുവിന്റെ മകൾ വീണയാണ് അവളുടെ ശത്രു. എന്നുവെച്ചാ വർഷയും എന്നെ പോലെ നീരേറ്റുകാരുടെ ശത്രുവാണെന്നർത്ഥം. വർഷ ഞാൻ പറയുന്ന പോലെ ചെയ്യുന്ന എന്താ ഉറപ്പ്? ഉറപ്പുണ്ടാക്കണം. വർഷയുടെ ചെയ്തികളെല്ലാം നീ ഒരു ദിവസം അവളുടെ ഭർത്താവ് മേനോനോട് പറയുമെന്ന് നീ ഭീഷണിപ്പെടുത്തണം. മേനോൻ അവളെ കൈവെടിയെന്ന് വരുമ്പോ വർഷ നമ്മൾ പറയുന്നിടത്ത് നിൽക്കും. സമ്മതിച്ചിരിക്കുന്ന ശ്യാമിന്റെ ബുദ്ധി. ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ എല്ലാം ചെയ്യാം. ഗുഡ് ഗേൾ. നീജൻ കണ്ടാൽ എത്ര നല്ലവനാ. പിശാചിന്റെ മനസ്സാ. നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും, നോക്കിക്കോ. മിസ്റ്റർ കുമാർ, എൻ്റെ സ്വത്തുക്കൾ സംബന്ധിച്ച എല്ലാ രേഖകളും ഉടനെ എൻ്റെ മുന്നിൽ കൊണ്ടുവരണം. എന്തിനാ സാർ ഇത്ര പെട്ടെന്ന് എല്ലാ രേഖകളും? ഐ മീൻ, സാറിന്റെ മിസ്സസിന് എല്ലാ റൈറ്റ്സും നൽകുന്നതിന് വേണ്ടി അന്നൊരിക്കൽ ലോക്കറിൽ നിന്ന് എടുത്തതാണ്. കുമാർ, യു ഡു വാട്ട് ഐ സേ. യെസ് സാർ, ഞാൻ കൊണ്ടുവരാം. അഡ്വക്കേറ്റിനോട് വരാൻ പറയണം. സാർ, എന്താ കാര്യമെന്ന് പറഞ്ഞില്ല. എൻ്റെ മരണശേഷം എല്ലാ സ്വത്തുക്കളും എൻ്റെ ഭാര്യ വർഷയ്ക്കാണെന്നാണ് ഞാൻ എഴുതി വെച്ചിരുന്നത്. അതെ, അങ്ങനെയായിരുന്നു. എന്നാൽ ഞാനത് മാറ്റി എഴുതാൻ പോകുന്നു. മരണാനന്തരം കമ്പനിയും പ്രോപ്പർട്ടീസും ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ പേരിൽ എഴുതി വയ്ക്കും. പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം? എല്ലാം പെട്ടെന്നാണല്ലോ സംഭവിക്കുന്നത്. മിസ്റ്റർ കുമാറിന് അറിയാലോ, ഒരു ആക്സിഡന്റിലാണ് ഞാൻ വർഷയെ കണ്ടത്. അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യമുള്ള നിമിഷമാണെന്ന് ഞാൻ കരുതി. പക്ഷേ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ നിർഭാഗ്യം അവിടെ നിന്ന് തുടങ്ങി. സാർ, ഇപ്പൊ ഇങ്ങനെ ഒരു... അവൾ എന്നെ ഓരോ നിമിഷം ചതിക്കുക കുമാർ. ഞാൻ എൻ്റെ ജീവനെ പോലെയാ അവളെ സ്നേഹിച്ച്. പക്ഷേ എന്നോടൊപ്പം അവൾ ജീവിക്കുന്നത് എൻ്റെ സ്വത്തുക്കൾ അവളുടെ പേരിലാക്കി മാറ്റാൻ വേണ്ടി മാത്രമാണ്. സാർ, മാഡം അങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എടോ, പെണ്ണ് ചിരിച്ചുകൊണ്ട് ചതിക്കും. ഒന്ന് ചുണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും മറ്റൊരു പുരുഷനെ മനസ്സ് വെച്ച് അവൾ നമ്മളെ സന്തോഷിപ്പിക്കും. എൻ്റെ അനുഭവം അതാണ് കുമാർ. എനിക്കൊരു പെണ്ണിനെയും ഇനി വിശ്വസിക്കാനാവില്ല. ചിലപ്പോ സാറിന് തെറ്റുപറ്റിയതാണെങ്കിലോ? ഇല്ല, ഒരു തെറ്റും പറ്റിയിട്ടില്ല. ഞാൻ ദുബായിലേക്ക് പോകുന്നതെന്ന് നുണ പറഞ്ഞു പോയ ദിവസം അവൾ ആ സുധീഷിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിരുന്നു. അവനെ അവൾ ഇവിടെ താമസിപ്പിച്ച് സൽക്കരിക്കാൻ വേണ്ടി ജോലിക്കാർക്ക് ലീവ് കൊടുത്ത് പറഞ്ഞു വിട്ടു. ലാൻഡ് ഫോൺ കണക്ഷൻ ഓഫാക്കിയിട്ടു. 10 ദിവസത്തിലധികം ഒന്നിച്ച് താമസിക്കാനായിരുന്നു അവരുടെ പരിപാടി. ഞാൻ യാത്രകൾ നടത്തിയപ്പോഴൊക്കെ അവനിവിടെ വന്നിട്ടുണ്ടാവണം.
അങ്ങനെ ആരെല്ലാം സാറിനെ മാഡത്തിനെ കാണാൻ ഇവിടെ വരുന്നുണ്ട്? ഉണ്ട്. അതിലൊരു സംശയവും എനിക്കില്ല ഇതുവരെ. അങ്ങനെ ഒരു റോങ് റിലേഷൻ ഉണ്ടെങ്കിൽ മാഡത്തിന്റെ മൊബൈൽ ഫോൺ ഡീറ്റെയിൽസ് നോക്കിയാൽ പോരെ? നോക്കി. ഒരിക്കൽ പോലും ആ നമ്പറിൽ നിന്ന് സുധീഷിനെ വിളിച്ചിട്ടില്ല. എന്നാൽ മറ്റൊരു നമ്പറിൽ നിന്ന് ഞാനില്ലാത്തപ്പോൾ സ്ഥിരമായി വർഷ സുധീഷിനെ വിളിക്കാറുണ്ട്. ഇരുവരും വളരെ സമയം സംസാരിക്കാറുണ്ട്. ഈ രഹസ്യ ഫോൺ നമ്പർ ഡീറ്റെയിൽസ് ഞാൻ സംഘടിപ്പിച്ചു കഴിഞ്ഞു. സാർ, അല്ല വർഷ മാഡവുമായി? അതെ, പിരിയാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. അർത്ഥമില്ലാത്ത കാപട്യവും വ്യാജവുമായ ഇത്ര ഒരു ബന്ധം എനിക്ക് വേണ്ട. എനിക്ക് വയ്യ. എത്രയും പെട്ടെന്ന് എനിക്ക് വഴിപിരിയണം. ഒപ്പം ഞാൻ വേർപ്പുഴയ്ക്ക് നേടിയ ഒറ്റ നയാ പൈസ പോലും അവൾക്ക് കൊടുക്കില്ല. കൊടുത്താൽ അവൾ ആ ദാരിദ്ര്യവാസിയായി കാമൂന് കൊടുക്കും. ഓക്കെ, ഇതൊന്നും തൽക്കാലം ആരും അറിയരുത്. മറ്റെന്തിനേക്കാളും വലുത് എനിക്കെൻ്റെ ആത്മാഭിമാനമാണ്. GK മേനോന്റെ ഭാര്യ മറ്റൊരുത്തൻ്റെ കാമുകയാണെന്ന് മറ്റുള്ളവർ പറയുമ്പോൾ അത് കേൾക്കാൻ എനിക്ക് ഖേദമുണ്ട്. ഇല്ല സാർ, ആരോടും ഞാനിത് പറയില്ല. ഓക്കെ, ഐ ട്രസ്റ്റ് യു. എത്രയും വേഗം വക്കീലിനെ കൊണ്ടുവന്നോളൂ. വർഷേ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയേ പറ്റും. എന്നെ ചതിച്ചുകൊണ്ട് ഒരു നിമിഷം പോലും അവളോട് കഴിയരുത്. സാർ, ഞാൻ അറിയില്ല. അജിത്ത് നാട്ടിൽ പോയിട്ട് എന്തൊക്കെയാ വിശേഷങ്ങൾ? ഉടനെ തിരികെ ഇഞ്ഞു പോന്നല്ലേ? നാട്ടിൽ പോയി ചിറ്റമ്മയെ കണ്ടു. പിന്നെ മറ്റു ചില ബന്ധുക്കളും വന്നിരുന്നു. പെണ്ണ് കാണലിന്റെ ശല്യം സഹിക്കാൻ വയ്യാണ്ടായപ്പോൾ വേഗം അങ്ങ് പോന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നമ്മുടെ ആലോചനക്കാരും നാട്ടിലറിഞ്ഞോ? ഞാൻ പറയേണ്ടി വന്നു. ചിറ്റമ്മയുടെ ഡിസ്റ്റന്റ് റിലേഷനിലുള്ള ഒരു കുട്ടിയാ. ബിടെക്കാ, ഫ്രഷ് ഗ്രാജുവേറ്റഡ്, പഠിക്കാൻ മിടിക്കുക, ഒരു ബുദ്ധിജീവി ലുക്ക്. എന്നോട് ചോദിക്കുക പോലും ചെയ്യാതെ ചിറ്റമ്മ വിളിച്ചു വരുത്തി കളഞ്ഞു. ഷീസ് റിയലി ബ്യൂട്ടിഫുൾ. ആര് കണ്ടാലും നോ എന്ന് പറയില്ല. പക്ഷെ ഒരു കുഴപ്പം, ഇച്ചിരി നാക്ക് കൂടുതലാ. ഒരു തരം ഡോമിനേറ്റിംഗ് ടൈപ്പ്. എനിവേ, എൻ്റെ കാര്യം നിശ്ചയിച്ചു കഴിഞ്ഞല്ലോ. ഇപ്പോൾ ഒന്നും നമുക്ക് പറയേണ്ടതില്ല. എങ്കിലും അവരോട് ഞാൻ തുറന്നു പറഞ്ഞു. എന്നിട്ട് ഒരു രണ്ടാം കെട്ടുകാരിയെ തന്നെ വേണമെന്ന് എന്താ അത്ര നിർബന്ധമെന്ന് ചോദിച്ചു. അത് തന്നെയാ അജിത്തിനോട് എന്റെയും ചോദ്യം. ഇത്രയും സമ്മർദ്ദങ്ങളൊക്കെ അതിജീവിച്ച് എന്തിനാ അജിത്ത് എന്നെ തന്നെ മാരേജ് ചെയ്യുന്നേ? ടെൽ മീ വൈ? വീണ, വാട്ട് ഹാപ്പൻ ടു യു? എനിക്ക് മനസ്സിലാവാത്ത കാര്യം ഞാൻ തുറന്നു ചോദിക്കുക. വൈ യു മാരിയിങ് മീ? എന്റെ മമ്മി നന്നായി മദ്യപിക്കുമെന്നും അന്യപുരുഷന്റെ കൂടെ താമസിക്കുകയാണെന്നും അജിത്തിനറിയാം. എന്റെ അച്ഛൻ സന്യാസം സ്വീകരിച്ചു എന്നും അറിയാം. സിംഗപ്പൂരുള്ള എന്റെ അച്ഛന്റെ സ്വത്തുക്കളും എന്റെ പേരിലുള്ള ഫ്ലാറ്റുമാണ് അജിത്തിന് എന്നോടുള്ള അട്രാക്ഷൻ എന്ന് ഞാൻ പറഞ്ഞ വിൽ യു ഡിനൈ ഇറ്റ്? ഐ മീൻ, അജിത്ത്, നിങ്ങൾക്ക് എന്നോടുള്ള താല്പര്യം അഭിനയമല്ലേ? ഐ ഡോണ്ട് ബിലീവ് എനിബഡി. ആരാ സത്യം പറയുന്നേ? അങ്ങനെ ഒരാളെ കാണിച്ചു തരാവോ? മോളെ, എന്തൊക്കെയാ നീ പറയുന്നത്? എന്തു പറ്റി നിനക്ക്? എനിക്കൊന്നും പറ്റിയിട്ടില്ല വല്യമ്മേ. ഇനിയൊന്നും പറ്റാതിരിക്കാനാ പറഞ്ഞത്. ഓക്കെ, വീണ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയാം. വീണയുടെ പേരിലുള്ള സ്വത്തുക്കളോ വീണയുടെ അച്ഛൻ്റെ പേരിലുള്ള ഏതെങ്കിലും വസ്തുവകളോ എനിക്ക് ആവശ്യമില്ല. വേണമെങ്കിൽ ഞാനത് എഴുതിത്തരാം. പിന്നെ ഐ എം ലീസ്റ്റ് ബോതേഡ് അബൌട്ട് യുവർ മദേഴ്സ് ലോസ് ലൈഫ്. അത് അവരുടെ ജീവിതമാണ്. അതിൻ്റെ എരിവും പുളിയൊന്നും നമ്മുടെ ജീവിതത്തിൽ കലരാതെ ഞാൻ നോക്കാം. ഐ മാരി യു. വീണയെ മാത്രമാണ് എനിക്ക് ആവശ്യം. വീണയ്ക്ക് വേണ്ടതെല്ലാം ഒരുക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. നമ്മുടെ ഫ്ലാറ്റിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. മോശമല്ലാത്തൊരു ബാങ്ക് ബാലൻസും ഉണ്ട് എനിക്ക്. പിന്നെ നാട്ടിൽ വേണ്ടത്ര പ്രോപ്പർട്ടീസ്. ഇതൊക്കെ ഇനി വീണയുടേതാണ്. സ്വത്തിൻ്റെയും പണത്തിൻ്റെയും പേരിൽ ഒരിക്കലും നമ്മൾ തമ്മിലൊരു തർക്കം ഉണ്ടാവില്ല. ഐ എം അഷ്വർ യു, ഐ വാണ്ട് യു ആൻഡ് ഐ വാണ്ട് യുവർ ലവ് ആൻഡ് കെയർ. ഐ എം സോറി അജിത്ത്. ഞാൻ വേണ്ട, കൂടുതൽ പറയണ്ട. ഐ ക്യാൻ റീഡ് യുവർ മൈൻഡ്. നമുക്ക് രണ്ടാൾക്കൊന്ന് പുറത്തേക്ക് പോയാലോ? ജസ്റ്റ് ആൻ ഔട്ടിങ്. വല്യമ്മ പെർമിഷൻ തന്നാൽ മാത്രം മതി. പൊയ്ക്കോളൂ.
സന്ധ്യയ്ക്ക് മുമ്പ് എത്തണം. ഓ ഷുവർ. ഞങ്ങളൊന്നിച്ച് സിറ്റിയിലേക്ക് പോയി എത്തി ഫ്രഷ് എയർ ഒക്കെ ശ്വസിച്ച് വേഗം വരാം. കമോൺ വീണ, ചിയർ അപ്പ്, ഗെറ്റ് റെഡി. ചെല്ലു മോളെ. ഓ, ആശ്വാസമായി. ഞാൻ പേടിച്ചു പോയി അജിത്ത്. സാരമില്ല ആൻറ്റി, ഷീസ് ഇന്നസെന്റ് ആൻഡ് ലവിങ്. ആൻറ്റി വിഷമിക്കണ്ട, ഇനി ഒരിക്കലും വീണ കരയില്ല. എല്ലാം പഴയകാലത്തെ സിനിമ പോലെ ഉണ്ടല്ലോ. വല്യമ്മേരെ ഐഡിയ ആയിരിക്കും അല്ലേ? താനിരിക്കെ. അതിന് വീണ ആദ്യമായല്ലോ ഒരു പുരുഷന്റെ മുന്നിലെത്തുന്നത്. ഇത് നമ്മുടെ രണ്ടുപേരുടെ ആദ്യ രാത്രിയും അല്ല. പക്ഷെ എന്തോ എനിക്കിതെന്റെ ആദ്യ രാത്രിയേക്കാൾ പ്രിയമുള്ളതായി തോന്നുന്നു. എനിക്കും. എന്താ എന്താ അതിന് കാരണം? എന്റെ സുധിയേട്ടന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനൊരു സന്തോഷം ഉണ്ടായിട്ടില്ല. വിവാഹം തന്നെ അമ്മയുടെ എതിർപ്പോടെയായിരുന്നു. വിവാഹം കഴിഞ്ഞ ഉടനെ സുധിയേട്ടൻ ഒരുപാട് പണം കമ്പനിയിൽ നിന്ന് എടുത്തു മാറ്റി. അതിന് ചൊല്ലി ദിവസവും വഴക്കായിരുന്നു. ഒരിക്കൽ പോലും സന്തോഷത്തോടെ ഞങ്ങൾക്ക് കഴിയാനായിട്ടില്ല. ചേരുംപടി ചേരുക എന്നൊരു ചൊല്ലുണ്ടല്ലോ. വീണയുടെ ഫാമിലിയിൽ ഏതൊരു സെർവൻറ്റിന്റെ ബന്ധുവല്ലേ ഈ സുധീഷ്? അപ്പോൾ പിന്നെ ഒരു ജോലിക്കാരന്റെ സ്റ്റാറ്റസേ അയാൾക്കുണ്ടാവും. അതൊന്നും ഞാൻ ഓർത്തില്ല. എന്റെ ഓഫീസിൽ ജോലിക്ക് വന്നപ്പോൾ സുധിയേട്ടന്റെ രീതികളൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായി. പിന്നെപ്പോഴാ പ്രേമം മുളച്ചത്? സുധിയേട്ടൻ മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കുന്നെന്നറിഞ്ഞപ്പോ എനിക്കെന്തോ അസൂയ തോന്നി. ആ ബന്ധം ഞാൻ ഇടപെട്ട് ഇല്ലാതാക്കി. അപ്പോ ഒരു കൊച്ചു വില്ലത്തി കൂടിയാണല്ലേ? എനിവേ, ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ടെൽ മീ. ഞാൻ വർഷ എന്ന പെണ്ണിനെ സുധിയേട്ടനിൽ നിന്ന് അകറ്റി. സുധിയേട്ടന്റെ അമ്മയ്ക്ക് ചികിത്സയ്ക്കുള്ള പണവും നൽകി. ആ സമയത്ത് വർഷയുടെ ബ്രദർ ഒരു മർഡർ കേസിൽ പെട്ട് ജയിലിലുമായി. വർഷയ്ക്ക് ആരുമില്ലാതെ. ഒരുപക്ഷെ അവളുടെ ശാപമായിരിക്കും ഞങ്ങളുടെ ജീവിതത്തെ തകർത്തത്. നോ, ഒരിക്കലുമില്ല. കേട്ടെടുത്തോളം സുധി എന്ന ആളിന്റെ അപകർഷതാബോധമായിരിക്കും വിനയായത്. എന്തായാലും ഇതൊക്കെ കൊണ്ടാണല്ലോ വീണ എനിക്ക് കിട്ടിയത്. വീണ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി മുതൽ ഞാനും വീണയും മാത്രം. നമ്മുടെ സ്വർഗത്തിൽ സുധിക്കോ വർഷയ്ക്കോ ഒരു സ്ഥാനവുമില്ല. നമ്മൾ മാത്രം. പിന്നെ നമ്മൾക്കുണ്ടാകാൻ പോകുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ. ഞാൻ നോക്കാം. ആരെ? എന്താ?